സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തിയത്. പ്രതിദിനം 35 പേരിലാണ് പുതുതായി ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക, കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ, മലപ്പുറത്ത് നിന്നും സോണൽ കൃഷ്ണ എന്നിവർ ചേരുകയാണ്. ആദ്യം രശ്മിയിലേക്ക്. രശ്മി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക, ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണോ? ഇവിടെ അതിശക്തമായ ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി കാലവർഷം വരാനിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നൊരുക്കങ്ങളും പ്രതിരോധ നടപടികളും ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്ത് നിന്നും ഇതിനകം ഉണ്ടായിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? എന്താണ് നിലവിലെ സാഹചര്യവും? സുരേഷ്, സംസ്ഥാനത്തെ നിലവിലൊരു സാഹചര്യം അതീവ ഗുരുതരമാണ്. ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രതിദിനം രോഗം സ്ഥിരീകരിക്കുന്നത് 35 പേർക്കാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി പേരാണ്, 27 പേരാണ് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടത്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെന്ന് പറഞ്ഞാൽ 600-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 5000-ത്തിനപ്പുറത്ത് ആളുകൾക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുന്നത്. ഈ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ മഞ്ഞപ്പിത്തം നിലവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നത്, അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി തുടങ്ങിയവയാണ് ഈ വൈറസിന്റെ വകഭേദങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി, സി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലാണ് ഈ എ വകഭേദം ഏറ്റവും കൂടുതലായി സ്ഥിരീകരിക്കുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിക്കുന്നത് പ്രതിദിനം 10 പേർക്കാണ്. അതാണ് സംസ്ഥാനത്തെ ഒരു കണക്ക്. നേരത്തെ തന്നെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യമുണ്ട്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചത് ഗുരുതരമാവുകയാണെങ്കിൽ മരണം സംഭവിക്കും. ഇതിന് പ്രതിരോധ വാക്സിനും മരുന്നും ഉൾപ്പെടെ ലഭ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് കരളിനെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ മരണം സംഭവിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. മലിനമായിട്ടുള്ള ഭക്ഷണം, മലിനമായിട്ടുള്ള ജലം, അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു വൃത്തിഹീനമായ ഒരു സാഹചര്യം, രോഗികളുമായി അടുത്ത സമ്പർക്കം, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുമെന്നുള്ളതാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇനി സംസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ഡിഎംഒമാർക്കും ജില്ലാ കളക്ടർമാർക്കും ഒക്കെ നിർദ്ദേശം നൽകി ഇന്ന ജില്ലകൾ, എറണാകുളം, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയത്. പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു കണക്ക് വർദ്ധിക്കുന്നത് കേന്ദ്രം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിൽ കൃത്യമായൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം. കാരണം ഈ വേനൽക്കാലം ചൂട് കൂടിയതോടുകൂടിയാണ് മഞ്ഞപ്പിത്തത്തിലും ഒരു വ്യാപനം ഉണ്ടായത്. മാത്രമല്ല ഈ സംസ്ഥാനത്ത് നിരവധി കൂൾ ബാറുകളും ജ്യൂസ് കടകളും ഒക്കെ ആരംഭിച്ചത് ആ ഒരു സമയത്താണ്. ഈ മലിനജലം എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ് ഉണ്ടാക്കുന്നത് തന്നെ അത് വൃത്തിഹീനമായിട്ടുള്ള ഒരു വെള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ മലിനജലം ഉപയോഗിച്ചാണ് ഈ ഐസ് നിർമ്മിക്കുന്നതെങ്കിൽ അതുവഴി രോഗം പടരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ ആരോഗ്യ വകുപ്പിന്റെയോ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഒരു മരണമൊക്കെ സംഭവിക്കാതെ തടയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തും. കാരണം വ്യാപകമായി, സംസ്ഥാന വ്യാപകമായ പരിശോധന നടത്തണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം. അത്തരത്തിൽ പരിശോധന നടത്തും എന്നുള്ളതും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി അറിയിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പരിശോധന എവിടെയും, സംസ്ഥാനത്ത് എവിടെയും അത് കണ്ടില്ല. ഈ കൊടും ചൂട് 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ ജ്യൂസ് കടകളൊക്കെ ഉള്ളത്. അതും താൽക്കാലികമായിട്ടൊക്കെ സ്ഥാപിക്കുന്ന ജ്യൂസ് കടകളാണ്. ഇവിടെയുള്ള ഉപയോഗിക്കുന്ന വെള്ളമോ ഐസോ ഒക്കെ എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളത് അത് പരിശോധിക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥരില്ലാത്ത പറഞ്ഞതുപോലെ തന്നെ പരിശോധനയ്ക്കുള്ള ഇടപെടൽ പോലും, നടപടികൾ പോലും ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സുധീഷ് ഗോപാൽ ചിരികയാണ്. സുധീഷ്, ഈ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ 133ഓളം പേർക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിക്കുകയും അതിൽ 2ഓളം പേർ മരിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കും, പരിശോധനകൾ ഉറപ്പാക്കുമെന്നാണ്. പക്ഷേ വേങ്ങൂരിൽ മാത്രമല്ല, സംസ്ഥാനത്ത് എവിടെ ആയിക്കഴിഞ്ഞാലും ഒരു പരിശോധനയും ഉണ്ടാകുന്നില്ല, ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാനുള്ള ചില പരിശോധനകൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. ഇപ്പോൾ വേങ്ങൂരിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്, അല്ലേ?
കെ.പി. സുരേഷ് വേങ്ങൂർ പഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മളാണ് ഇവിടുത്തെ പ്രശ്നം ആദ്യമേ പൊതുസമൂഹത്തിലേക്ക് കൂടി കൊണ്ടുവന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഇടപെട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, നമ്മൾ ആദ്യം ഇത് വാർത്ത ചെയ്യുമ്പോൾ അന്ന് ഏതാണ്ട് 80ഓളം രോഗികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 189 പേരായി വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് 1.5-2 ആഴ്ചയ്ക്ക് അകമാണ് ഇത്രയും രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. അത് ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഇത്രയേറെ രോഗികളെന്ന് അത് എടുത്തു പറയേണ്ടതാണ്. അവിടെ ആ പഞ്ചായത്തിൽ നിന്നും രോഗം ബാധിച്ച് 2 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ രോഗവ്യാപനം തുടങ്ങുന്നത് ഏപ്രിൽ 17-നാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ 26-ന് ശേഷം മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള കാര്യക്ഷമമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടായത്. അതുതന്നെ കാര്യമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് വന്നില്ലെന്ന് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു വൈകൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഈ രോഗം ഇത് ഇത്തരത്തിൽ ഒരാളിലേക്ക് ഈ രോഗാണു കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 45 ദിവസത്തോളം എടുത്ത് അത് പൂർണ്ണമായും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് രോഗബാധിതനാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഏതാണ്ട് 1 മാസത്തോളമെങ്കിലും ഇവിടെ രോഗവ്യാപനം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ആദ്യം വന്നത് കുടിവെള്ളത്തിലൂടെ ആയിരുന്നു എങ്കിൽ പിന്നീട് അത് സമ്പർക്കത്തിലൂടെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടു. ഈ തരത്തിൽ രോഗം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് 3 വർഷത്തിന് ശേഷമാണ്. ഏപ്രിൽ 17-ന് ആദ്യമായി ഒരു ഹെപ്പറ്റൈറ്റിസ്, അതായത് ജലജന്യ രോഗം, ജലത്തിലൂടെ പടരുന്ന തരത്തിൽ ഒരു മഞ്ഞപ്പിത്ത രോഗം ഈ വേങ്ങൂർ പഞ്ചായത്തിൽ ഉണ്ടാവുന്നത്. അത് ഉണ്ടാവാൻ കാരണമായത് ജല അതോറിറ്റിയുടെ കുടിവെള്ളമാണ് എന്നതും വ്യക്തമായി. എന്നാൽ ഇത്രയേറെ വീഴ്ചകൾ ഒരു കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായിട്ട് അതിനെതിരെ ഒരു നടപടിയില്ല. ഇന്നലെയും റോഷി അഗസ്റ്റിൻ മന്ത്രി പറയുന്നത് അന്വേഷിക്കുന്നു, അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്, പരിശോധിക്കുന്നു. സുധീഷ് പറഞ്ഞതിന്റെ ബലത്തിൽ ജനം ടിവിയോടാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നടക്കം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അല്ലേ? ഈ ജല അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുമുള്ള വീഴ്ച, ശുദ്ധജലം ലഭ്യമാക്കാൻ ഉറപ്പുവരുത്താൻ അധികൃതർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള രോഗബാധയും മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥയിലേക്കും എത്തുന്നത്. ഇപ്പോഴും അധികൃതർ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതിന് 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത്, കൃത്യമായ ക്ലോറിനേഷൻ നടത്താഞ്ഞതും അതോടൊപ്പം തന്നെ പൊട്ടിയ പൈപ്പ് ലൈനുകളിലെ തകരാർ പരിഹരിക്കാഞ്ഞതുമാണ് ഇത്തരത്തിൽ മാലിന്യം കലർന്ന കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്താൻ കാരണമെന്നത് ആരോഗ്യവകുപ്പ് പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയുമില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഭാഗം, ഈ രോഗം വന്നവർ അതിൽ അവർ കൃത്യമായ ചികിത്സ നേടാൻ സാമ്പത്തികം പ്രതിസന്ധിയാവുന്ന ഒരു ഘട്ടത്തിലൂടെ പോകുന്നു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. നളൻ എന്ന ഒരു ഗ്രഹനാഥൻ്റെ വീട്ടിൽ 4 പേരാണ്, 2 മക്കളും ഭാര്യയും നളനും ഉൾപ്പെടെ 4 പേര് രോഗം ബാധിച്ച് കഴിയുകയാണ്. ഇവർക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനുള്ള സാഹചര്യമില്ല. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ നിൽക്കുമ്പോഴും അത്തരം രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്തു, ഇല്ലേ ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയില്ല. നളൻ്റെ വീട്ടിലേക്ക് ഒരു ആരോഗ്യ പ്രവർത്തകർ, ഒരു ആശാപ്രവർത്തക പോലും കടന്നു ചെന്നിട്ടില്ല. നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ, ജനം ടി വി വാർത്തയിലൂടെയും ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോഴും മാത്രമാണ് വാർഡ് മെമ്പർ അടക്കം അറിയുന്നത് ഈ കുടുംബത്തിൽ 4 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം. അപ്പോൾ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ എത്രത്തോളം ഊർജ്ജസ്വലതയുണ്ട് ഇല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ട് എന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ അജിത എന്ന ഒരു രോഗി ഏറെ നാളായി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് പോലും. ഈ മഞ്ഞപ്പിത്തം പിടിപെട്ടതോടെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അജിതയുടെ ഭർത്താവും ഇതേ രീതിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. അങ്ങനെ ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും കഴിയുന്നു, മക്കൾ പുറത്ത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ചികിത്സാ സഹായം എത്തിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെയും പൊതുപ്രവർത്തകർക്കോ ഇല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയേ ഉണ്ടാവൂ. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. 10 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബത്തിന് തന്നെ ചികിത്സാ ചെലവായി ഇതിനോടകം വേണ്ടി വന്നു കഴിഞ്ഞു. നിർദ്ധരായ ആ കുടുംബത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഇതുപോലുള്ള നിരവധി പേര്, ഈ 189 പേർക്ക് ഇതുവരെ പോസിറ്റീവായെന്ന് പറയുമ്പോൾ നിരവധി പേരാണ് ഈ കണക്കിൽപ്പെടാതെ, ഔദ്യോഗിക കണക്കിൽപ്പെടാതെ പച്ചമരുന്നും ആയുർവേദ ചികിത്സയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നേരിട്ട് പോയി രോഗം കണ്ടെത്തി അവിടെ ചികിത്സിക്കുന്നതുമായും മറ്റുമുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ 200-ലധികം രോഗികൾ ഒരു പഞ്ചായത്തിൽ നിന്നുണ്ടാവുന്നു. ഇപ്പം തന്നെ രശ്മി കാർത്തിക നേരത്തെ പറഞ്ഞ കണക്ക് 5000 പേര് 5 വർഷത്തിനുള്ളിൽ രോഗം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ 200 പേർക്ക് രോഗം ബാധിക്കുന്നു എന്ന കണക്കാണ് ഇവിടെ പുറത്തു വരുന്നത്. അത് എത്രത്തോളം ഗുരുതരമാണെന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ വാർത്ത നൽകിയെങ്കിൽ പോലും
അതിന് കണ്ട ഭാവം നടിക്കാത്ത സർക്കാരും ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ആരോഗ്യ പ്രവർത്തകരും ജല അതോറിറ്റിയുടെ പ്രവർത്തകരും എല്ലാം തന്നെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണക്കാരാണ് എന്ന കാര്യം നമുക്ക് എടുത്തു പറയേണ്ടി വരും. KP സുരേഷ്. യെസ്, അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എന്നിട്ടും കൈയൊഴുകുകയാണ്. ഒരു സഹായങ്ങളും അത് ഏത് തരത്തിലായാലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും. സുരേഷ് തുടരുക. ഇപ്പോൾ സോണൽ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതേ അവസ്ഥയാണ്. കാരണം പല മേഖലകളിൽ നിന്നും ഇങ്ങനെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. DMO തന്നെ വ്യക്തമാക്കിയത് ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രത പാലിക്കണം, കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് എന്നാണ്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും താളം തെറ്റുന്ന അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണോ അവിടുത്തേത്? തീർച്ചയായിട്ടും അങ്ങനെ KP അങ്ങനെ തന്നെ നോക്കി കാണേണ്ടി വരും. നമുക്കറിയാം എറണാകുളത്തിന് സമാനമായിട്ടുള്ള സ്ഥിതിയാണ് മലപ്പുറം ജില്ലയിലുമുള്ളത്. കാരണം പലരും ഒരു വീട്ടിലെ 2-3 അംഗങ്ങൾ രോഗബാധിതരായിട്ട് ചികിത്സയിലിരിക്കുന്ന സ്ഥിതികളുണ്ട്. നമുക്കറിയാം ഏറ്റവും അവസാനം മരണപ്പെട്ട 14 വയസ്സുകാരൻ, ആ കുട്ടിയുടെ സഹോദരനും പിതാവും ഉൾപ്പെടെ ചികിത്സയിലിരിക്കുന്ന സമയത്താണ് ഈ അംഗപരിമിതനായിട്ടുള്ള ഈ 14 വയസ്സുകാരൻ മരണപ്പെടുന്ന സാഹചര്യമുള്ളത്. അത്രത്തോളം വേദനാജനകമാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. പ്രധാനമായും മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് കീഴിലും പൂക്കോട്ടൂർ അതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിലാണ് പ്രധാനമായും ഈ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ 600 ആക്റ്റീവ് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് DMO നമ്മളുമായി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ജനുവരി മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ ഏകദേശം 4000-ഓളം പേര് ഇത്തരത്തിൽ ജലജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയവരാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ആശുപത്രികളിലെല്ലാം തന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എത്തുമ്പോൾ പല ടെസ്റ്റുകൾ ചെയ്യാനും സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം LFT പോലുള്ള പല ടെസ്റ്റുകളും ഡോക്ടർമാർ എഴുതി നൽകുമ്പോൾ അതിനെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളിൽ സംവിധാനമില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. പിന്നീട് സ്വകാര്യ ലാബുകളെ സമീപിക്കേണ്ട സ്ഥിതി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ഭീമമായ തുക കൊടുത്താണ് പല ടെസ്റ്റുകളും ചെയ്യുന്ന സാഹചര്യമുള്ളത്. നമുക്കറിയാം ഈ മഞ്ഞപ്പിത്തം കൂടുതലും കരളിനെ ബാധിക്കുന്ന രോഗമാണ്. അത് കരളുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഉൾപ്പെടെ പുറത്ത് ലാബിൽ നിന്ന് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതിന് വലിയ തുക ഈടാക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. എന്നാലും സർക്കാർ സംവിധാനങ്ങൾ പാടെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി മലപ്പുറം ജില്ലയിലുണ്ട്. കഴിഞ്ഞ ദിവസം യോഗം ചാലിയാറിൽ വെച്ച് നടന്ന യോഗത്തിൽ പല വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട്. കാരണം പുറത്തു നിന്ന് ടൂറ് പോയി തിരിച്ചെത്തിയവരിൽ നിന്നാണ് ഇത് സ്പ്രെഡായത് എന്നുള്ള സാഹചര്യത്തിൽ എന്നുള്ള വാദത്തിലേക്കൊക്കെ അധികൃതർ കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും വലിയ ജാഗ്രത നമ്മൾ പുലർത്തണം എന്നുള്ളതാണ് DMO ഉൾപ്പെടെ പറയുന്നത്. കാരണം ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കാരണം കനത്ത വേനൽ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. വേനൽമഴ കഴിഞ്ഞ ദിവസം മാത്രമാണ് ജില്ലയിൽ എത്തിയിട്ടുള്ളത്. എങ്കിലും കടുത്ത ചൂട്, ഇപ്പോഴും വലിയ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല വീടുകളിലും കുടിവെള്ളം വിതരണത്തിന്റെ ഭാഗമായിട്ട് എത്തുന്ന വെള്ളമാണ്. അതിലൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തെക്കൻ കേരളത്തിൽ വേനൽമഴ പെയ്യുമ്പോഴും പലപ്പോഴും ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ അത്ര ലഭിച്ചിട്ടില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോണിൽ പറഞ്ഞതുപോലെ തന്നെ കടുത്ത ചൂടാണ്. പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മലപ്പുറത്തായാലും കോഴിക്കോടായാലും ഭക്ഷണപാനീയങ്ങൾ, അത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളായി കഴിഞ്ഞാലും അത്രത്തോളം കഴിക്കുന്ന ഒരു പ്രവണതയുള്ള പ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണപാനീയങ്ങളിൽ നിന്നും രോഗബാധ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഭക്ഷണപാനീയങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള യാതൊരു പരിശോധനകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാനോ ഇടപെടൽ നടത്താനോ ഭക്ഷ്യവകുപ്പോ ആരോഗ്യ വിഭാഗമോ ഇതുവരെയും തയ്യാറാകുന്നുമില്ല അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ മലബാറുകാരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് തീർത്തും സ്ട്രീറ്റ് ഫുഡുകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാം ഇതിൽ മലബാർ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. റോഡിൻ്റെ ഇരുഭാഗത്തും ഒരുപാട് തട്ടുകടകളും മറ്റും കാണാൻ കഴിയും. അതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും കുറേ കാലമായിട്ട് നടന്നിട്ടില്ല. വല്ലപ്പോഴും എന്തെങ്കിലും മരണം ഉൾപ്പെടെ സംഭവിക്കുമ്പോൾ മാത്രമേ ചില മുഖമറയായിട്ട് ഇത്തരം പരിശോധനകൾ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം നമുക്കറിയാം കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ കണ്ണൂർ, ഈ ജില്ലകളിലൊക്കെ തന്നെ വലിയ തോതിൽ സ്ട്രീറ്റ് ഫുഡ്
ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ആളുകൾ ഈ സ്ട്രീറ്റ് ഫുഡിനെ ആശ്രയിക്കുന്നുണ്ട്. അതായത് സുഹൃത്തുക്കളായി എത്തുന്നവരുണ്ട്, ഫാമിലിയായി എത്തുന്നവരുണ്ട്, അങ്ങനെ തുടർച്ചയായി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ടൗണിലെത്തുന്നവരും രാത്രികാലമായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ട്രീറ്റ് ഫുഡുകളാണ് കഴിക്കുന്നത്. അതൊക്കെ പ്രധാനമായി ഒരു ട്രെൻഡായിട്ട് മലബാറിലെ ആളുകളുടെ ഒരു ട്രെൻഡായി മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും പറയേണ്ടത് ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിലും അതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എത്രത്തോളം അത് സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ വേണമെങ്കിലും സഞ്ചരിച്ചാൽ കാണാം, വൈകിട്ടാകുമ്പോഴേക്കും റോഡിന്റെ ഇരുവശവും ഇത്തരം കച്ചവടക്കാരെ കൊണ്ട് നിറയും. ഈ നട്ടുച്ച സമയത്തും ശീതളപാനീയങ്ങളുടെ കച്ചവടക്കാരാണ് തുടർച്ചയായിട്ടുണ്ടാവുക. അവരേറ്റവും പ്രധാനമായി പറയേണ്ടത് അത്തരക്കാരുടെ വെള്ളം അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇപ്പോൾ മുന്തിരി സോഡ, പൈനാപ്പിൾ സോഡ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഈ വഴിയോര കച്ചവടക്കാർ ഒരുക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം സെക്യൂർഡ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം. തുടർച്ചയായിട്ട് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നുണ്ടെന്ന് പറയാതെ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് DMO ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ച സമയത്ത് ചോദിച്ചതാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഊർജിതമാക്കുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രമാണ് DMO ഉൾപ്പെടെ പറഞ്ഞത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വേനൽമഴ കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം വ്യാപിക്കാനുള്ള, വെള്ളത്തിലൂടെ പകരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗം വ്യാപിക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കൂടി തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമുള്ളൂ. അത്തരത്തിൽ നോക്കി കാണുമ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിരോധിച്ചാൽ മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാർ സംവിധാനങ്ങളുടെ കൃത്യമായി നടന്നാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KP ശരി, രശ്മി ഇത് തന്നെയാണ്. കാരണം സ്കൂളുകൾ തുറക്കാറാകുന്നു, ഒപ്പം ഈ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു, വേനൽക്കാലം കഴിഞ്ഞാൽ വർഷകാലം പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. രോഗവ്യാപനത്തിനുള്ള പല സാധ്യതകളും സാഹചര്യങ്ങളും അതുകൊണ്ട് തന്നെ മുന്നിലുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്തപ്പോൾ പല ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. വ്യക്തി ശുചിത്വം പാലിക്കണം, പരിസര ശുചിത്വം പാലിക്കണം. അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അവബോധ പ്രവർത്തനങ്ങളും നടത്തണം. അതേസമയം തന്നെ ഇതിന് സമാന്തരമായി ആരോഗ്യ വകുപ്പിൻ്റെ ഇടപെടലും ഉണ്ടാകണം, ഭക്ഷ്യ വകുപ്പിൻ്റെ ഇടപെടലും ഉണ്ടാകണം, മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലും ഉണ്ടാകണം. പക്ഷേ ആ സർക്കാർ സംവിധാനങ്ങളുടെയും ഭക്ഷ്യ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം, പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും അടക്കം നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ കൊതുകുജന്യ രോഗങ്ങൾ പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം, പല രീതിയിലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. പക്ഷേ പണം നൽകുന്നില്ല. ഈ പണം നൽകാത്തതും അതിനോടുള്ള ഒരു വിമുഖതയും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക, അല്ലേ? അതെ സുരേഷ്, കാരണം സംസ്ഥാനത്തെ ഒരു സാഹചര്യം വളരെ ഗുരുതരമാണ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വേനൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇനി 2 ആഴ്ച കഴിയുമ്പോഴേക്കും മഴക്കാലം ആരംഭിക്കുകയാണ്. മഴക്കാലം കൂടുതൽ ശക്തമാകുന്നതോടുകൂടി നിലവിലുള്ള രോഗങ്ങളുടെ ഇരട്ടി രോഗങ്ങളായിരിക്കും സംസ്ഥാനത്ത് വ്യാപിക്കുക. അത് ഡെങ്കിപ്പനി ഇപ്പോൾ നിലവിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 തുടങ്ങിയ രോഗങ്ങളായിരിക്കും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ജലജന്യ രോഗങ്ങളും വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ മുൻപായി ചില മുൻകരുതൽ നടപടികൾ സംസ്ഥാനം സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് ഈ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ കൃത്യമായി തദ്ദേശ വകുപ്പ് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ധനവകുപ്പ് അനുവദിച്ചിട്ടില്ല. പലതവണയായി ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഉപകരണങ്ങൾ പോലും കേടായി കിടന്നിട്ട് മാസങ്ങളായി. അതൊന്നും അതിന് പകരം ഉപകരണങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ അത് ശരിയാക്കുകയോ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലും സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആശുപത്രികളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇനി ഒരു വലിയ പകർച്ചവ്യാധി വ്യാപനത്തിലുള്ള സമയമാണ് വരുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കണ്ട് ആശുപത്രിയിൽ അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പല ആശുപത്രിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യം
നഴ്സുമാരില്ലാത്ത സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം കാണാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ ആശുപത്രികളിൽ ICU വെന്റിലേറ്റർ സംവിധാനങ്ങളൊക്കെ കൃത്യമായി ഒരുക്കേണ്ടതുണ്ട്, കിടക്കുകൾ ഒരുക്കേണ്ടതുണ്ട്. അതിലും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പല ആശുപത്രികളിലും മരുന്നുക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി തുടർച്ചയായി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പലപ്പോഴും വാർത്താ സമ്മേളനം നടത്താറില്ല, പക്ഷേ പ്രസ് റിലീസ് പുറത്തിറക്കുന്ന സമയങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി പറയാറുള്ള ഒരു കാര്യമുണ്ട്, മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്, മരുന്നുക്ഷാമം നിലനിൽക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ കടുത്ത മരുന്നുക്ഷാമം ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ വിതരണ കമ്പനികൾക്ക്, മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ക്ഷാമത്തിന്റെ ഒരു പ്രശ്നം, ആശുപത്രിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉപകരണങ്ങളില്ല, അംഗബലമില്ല, മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല, കിടക്കുകളില്ല, വെന്റിലേറ്റർ സൗകര്യങ്ങൾ, ICU, ഇതൊന്നും തന്നെ യാതൊരു മുൻകരുതൽ നടപടികളും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രിയിലെ ജീവനക്കാരിൽ നിന്നൊക്കെ ഡോക്ടർമാരിൽ നിന്നുൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി വലിയ രീതിയിൽ ഒരു പകർച്ചവ്യാധി വ്യാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായും പലതവണ ഈ ധനവകുപ്പിനോടൊക്കെ പണം ആവശ്യപ്പെടുന്ന സമയത്ത് അതൊന്നും ലഭ്യമാകാത്തൊരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഈ മഞ്ഞപ്പിത്തം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനു മുൻപും സമാനമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഈ കേസുകൾ ഉയരുന്നത്, അതായത് ഹെപ്പറ്റൈറ്റിസ് A മറ്റ് രാജ്യങ്ങളെക്കാൾ ഹെപ്പറ്റൈറ്റിസ് A എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വർദ്ധിക്കുന്നു എന്നത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടൊരു പഠനമോ വിലയിരുത്തലോ മുന്നൊരുക്കങ്ങളോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ 27 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു വർഷത്തിനിടയിൽ 6000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പ്രതിദിനം 35 പേർക്ക് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതും ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. പക്ഷേ ഇതിലൊക്കെ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള വിമർശനം. ഏതായാലും ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിലൊക്കെ, അതായത് വരുന്ന ആഴ്ചകളിലൊക്കെ പകർച്ചവ്യാധി വ്യാപനത്തിൽ വലിയൊരു വർധനവ്, അതായത് ഈ വൈറൽ പനികൾ പോലും ഇപ്പോൾ ആശുപത്രികളിൽ പ്രതിദിനം ഇപ്പോൾ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം 7000-ഓളമാണ്. അത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയൊരു സംഖ്യയിലേക്ക് 10,000-ന് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഈ വൈറൽ പനി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളോട് കൂടിയാണ്. ശരീരത്ത് അലർജി പ്രകടമാകുക, പനി വന്ന് അത് മാറിയതിനു ശേഷം വീണ്ടും അതേ ആൾക്ക് തന്നെ പനി വരിക, സാധാരണ കാണുന്ന പനി ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് പഠന വിഷയമാക്കേണ്ടതാണ്. മാത്രമല്ല യുവാക്കളിൽ ഉൾപ്പെടെ പനി ബാധിച്ച് മരണം നിലവിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. മഞ്ഞപ്പിത്തവും ഈ മഴക്കാലം കൂടുതൽ സജീവമാകുന്നതോടുകൂടി കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രോഗത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്ത് കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് A അഥവാ മഞ്ഞപ്പിത്തം കേരളത്തിൽ മാത്രം വ്യാപിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് വളരെ വേഗം അത് സംബന്ധിച്ച് അത് കണ്ടെത്തണമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കൂടുതലായും ഈ മലിനമായ ജലം, മലിനമായ ഭക്ഷണം, അമിതമായിട്ടുള്ള മദ്യപാനത്തിന്റെ ഉപയോഗം, രോഗികളുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ രോഗവ്യാപനത്തിന് കാരണമായ കാര്യങ്ങളാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലൊരു മുൻകരുതൽ നടപടികളിലേക്കോ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്, ബോധവൽക്കരണം ശക്തമാക്കേണ്ടതുണ്ട്, വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൂൾ ബാറുകൾ, ജ്യൂസുകൾ, ഇവിടെയൊക്കെ തന്നെ വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആരോഗ്യവകുപ്പ് ഉടൻ കടന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ ഫണ്ടിന്റെ വിഷയം വലിയ രീതിയിലൊരു തിരിച്ചടിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പക്ഷേ സർക്കാർ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും പണം അനുവദിക്കാതിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. ഈ മെഡിക്കൽ കോളേജുകളുടെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ, ഗ്ലൗസ്, ഡോക്ടർമാരുടെ മാസ്ക്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യം. മറ്റ് ആശുപത്രികളിൽ നിന്ന് ഇവയൊക്കെ എത്തിക്കുന്ന തൽക്കാലത്തേക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നു. ആ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിൽ ധനവകുപ്പാണ് അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. സുരേഷ്, അതുതന്നെയാണ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കം കൃത്യമായ ജാഗ്രത, മുൻകരുതൽ നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം എന്ന് മാസങ്ങൾക്ക് മുമ്പേ നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ സംവിധാനങ്ങളൊക്കെയും
കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക, കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ, ഒപ്പം മലപ്പുറത്ത് നിന്നും സോണൽ കൃഷ്ണ എന്നിവർ നൽകിയത്.